എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നു? കാരണം അത് രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ശക്തിയാണ്. റോമർ 1:16 പൗലോസ് ധൈര്യത്തോടെ പ്രഖ്യാപിക്കുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. സുവിശേഷം വെറും നല്ല ഉപദേശം മാത്രമല്ല, ദിവ്യശക്തിയുള്ള സുവാർത്തയാണ്. അതുകൊണ്ട് അത് ആത്മാക്കളെ നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ഇത് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു സന്ദേശവുമില്ല. എന്തുകൊണ്ട് നാം സുവിശേഷം പ്രസംഗിക്കണം? കാരണം യേശു അത് കൽപ്പിച്ചു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യരാക്കുവീൻ. സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവുമുള്ള നമ്മുടെ കർത്താവും രക്ഷകനുമായവൻ നമ്മോട് പോകാൻ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ദൈവവുമായി അനുരഞ്ജനപ്പെടാനുള്ള ഏക മാർഗം യേശുവാണെന്നതിനാലാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആളുകൾ സുവിശേഷം കേൾക്കുന്നില്ലെങ്കിൽ അവർ വഴിതെറ്റിപ്പോകുന്നു. ബൈബിൾ വ്യക്തമാണ്. ദൈവത്തെ അറിയാത്തവരും സുവിശേഷം അനുസരിക്കാത്തവരും അവനിൽ നിന്ന് നിത്യമായി വേർപിരിയൽ അനുഭവിക്കും. സമയം കുറവായതിനാലും ന്യായവിധി ഉറപ്പായതിനാലും ഞങ്ങൾ പ്രസംഗിക്കുന്നു. മൗനം പാലിക്കുക, എന്നാൽ സ്നേഹമില്ലാത്തവരായിരിക്കുക എന്നതാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അനുകമ്പയുള്ള കാര്യം സത്യം പറയുക എന്നതാണ്. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണ്. ദൈവം ഞങ്ങളിലൂടെ തൻ്റെ അഭ്യർത്ഥന നടത്തുന്നു. ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവവുമായി അനുരഞ്ജനപ്പെടുക. മനുഷ്യഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരാൻ ദൈവം മനുഷ്യ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു. നാം അവൻ്റെ സന്ദേശവാഹകരാണ്, ഭൂമിയിലെ അവൻ്റെ പ്രതിനിധികൾ. നമ്മുടെ പ്രസംഗത്തിലൂടെ ദൈവം ലോകത്തെ ആകർഷിക്കുന്നു.